കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെ തിരു അവതാരം മുതൽ ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? കഴിഞ്ഞ ദിവസം ഭഗവാൻ തനിക്കൊരു രാജധാനി, തനിക്ക് സ്വന്തമായൊരു രാജധാനി ആവശ്യമുണ്ട് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ച ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിലൂടെ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം എല്ലാ ദിവസവും കുറച്ച് സമയം ഭഗവാന്റെ ജീവിതയാത്രയിൽ ഭഗവാന്റെ കൂടെ ഒരു പുൽക്കൊടിയായി, ഒരു ചിത്രശലഭമായി, ഒരു പശുക്കുട്ടിയായി ഒക്കെ നമുക്കിങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്, കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം ഭഗവാന്റെ ആ യാത്ര കണ്ണടച്ചിരുന്ന് നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നതൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. അല്ലാതെ നമുക്കൊരിക്കലും ഭഗവാന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ചതിനു ശേഷം ചെന്താമരാക്ഷൻ പ്രവർഷണം എന്ന പർവ്വതത്തിൽ നിന്ന് തിരിച്ച് മധുരയിൽ എത്തിച്ചേർന്നു എന്നും പിന്നീട് ജരാസന്ധനുമായി വീണ്ടും യുദ്ധം നടന്നു എന്നും, അങ്ങനെ 17 തവണ ജരാസന്ധൻ കൃഷ്ണനോട് യുദ്ധം ചെയ്തു, 17 തവണയും ജരാസന്ധൻ പരാജയപ്പെട്ടു എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ പിന്നീട് എന്താണ് ചെയ്തത്? ഇപ്പോഴും ഭഗവാൻ ഇവിടെ തന്നെയാണ്, മധുരയിലാണ്. ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ചു, പക്ഷേ ദ്വാരകയിലേക്ക് പോയിട്ടില്ല. മധുരയിൽ ഇരുന്നു കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഭഗവാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ചെയ്തത്? ആ കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഹരേ കൃഷ്ണ. ഭഗവാൻ അക്രൂരനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ആ കാലത്ത് പിതാവിൻ്റെ സഹോദരിയാണ് ആര്? കുന്തി. നമ്മൾ പറഞ്ഞു വസുദേവരുടെ സഹോദരിയാണ് കുന്തി. കുന്തിദേവി ഭർത്താവായ പാണ്ഡുവും ഒരുമിച്ച് കാട്ടിലേക്ക് പോവുകയും ആ സമയത്ത് കാട്ടിൽ വെച്ച് പാണ്ഡു മരണപ്പെട്ടു പോവുകയും ചെയ്തു. പാണ്ഡുവിൻ്റെ കൂടെ ആരും മരണപ്പെടുന്നു? മാന്ത്രി, പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ മാന്ത്രിയും മരണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 5 കുഞ്ഞുങ്ങളും അപ്പച്ചിയും ഒറ്റയ്ക്കായിരിക്കുന്നു. അങ്ങനെ 5 മക്കളോടുകൂടി നിസ്സഹായിയായി ഹസ്തിനപുരിയിൽ തൻ്റെ അപ്പച്ചി, തൻ്റെ അച്ഛൻ്റെ പെങ്ങൾ ഹസ്തിനപുരിയിൽ വന്ന് താമസിക്കുന്നുണ്ട് എന്ന് ആരറിയുന്നു? കൃഷ്ണൻ അറിയുന്നു. ഒരു ദിവസം ബലരാമനോടും ഉദ്ധവരോടും കൂടി കൃഷ്ണൻ അക്രൂരനെ ചെന്ന് കാണുകയാണ്. അങ്ങനെ അക്രൂരനെ ചെന്ന് കണ്ടിട്ട് കുന്തിയുടെ ക്ഷേമങ്ങൾ, കുന്തിയുടെയും മക്കളുടെയും അപ്പച്ചിയുടെയും മക്കളുടെയും ക്ഷേമങ്ങളെല്ലാം അന്വേഷിച്ച് വരുന്നതിനായിട്ട് ഹസ്തിനപുരിയിലേക്ക് പോകണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞയക്കുകയാണ് അക്രൂരനെ. അക്രൂരൻ പെട്ടെന്ന് തന്നെ രഥത്തിൽ കയറിയിട്ട് ഹസ്തിനപുരം എന്ന രാജധാനിയിൽ എത്തിച്ചേരുന്നു. അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും, അതായത് മരിച്ചുപോയ പാണ്ഡുവിൻ്റെ സഹോദരനാണ് ധൃതരാഷ്ട്രർ, അദ്ദേഹം അന്ധനാണ്. മഹാരാജാവിനെയും ധൃതരാഷ്ട്രരെയും അദ്ദേഹത്തിൻ്റെ പത്നിയും രാജ്ഞിയുമായ ഗാന്ധാരിയെയും പിതാമഹനായ ഭീഷ്മരെയും ഇളയച്ഛൻ്റെ സ്ഥാനമുള്ള വിതുരരെയും ആചാര്യനായ കൃപരെയും യുവരാജാവായ ദുര്യോധനനെയും ദുര്യോധനൻ്റെ കൂട്ടുകാരനായ കർണനെയും കണ്ട് കുന്തിയുടെയും മക്കളുടെയും കുശലങ്ങൾ അന്വേഷിച്ചു. ആര്? അക്രൂരൻ. അക്രൂരൻ ഇവരെല്ലാം ചെന്ന് കാണുകയാണ്. ഹസ്തിനപുരിയിൽ ഉണ്ടായിരുന്ന ഇവരെല്ലാം ചെന്ന് കണ്ടിട്ട്
കുന്തിയുടെ വിശേഷങ്ങൾ, കുന്തിയുടെയും മക്കളുടെയും വിശേഷങ്ങൾ അറിയാനായി വന്നതാണ് എന്ന് പറയുന്നു. അന്ന് യുവരാജാവായിരുന്നു ദുര്യോധനൻ. ദുര്യോധനന് ഏതാണ്ട് 16 വയസ്സായിരുന്നു ആ സമയത്ത് പ്രായം. അവരിൽ നിന്ന് ലഭിച്ച മറുപടി അക്രൂരന് അത്ര സന്തോഷമുണ്ടാക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്രൂരൻ ദുഃഖിച്ചു കഴിഞ്ഞുകൂടുന്ന കുന്തിദേവിയെ ചെന്ന് കാണുകയും അക്രൂരന് വസുദേവരുടെ ഒരു ഇളയ സഹോദര സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട് കുന്തിക്കും അദ്ദേഹം ഒരു സഹോദരൻ തന്നെയായിരുന്നു. സഹോദരനായ അക്രൂരനെ അങ്ങനെ കുന്തി ആദരിച്ച് ഇരുത്തിയതിനു ശേഷം കുന്തി അക്രൂരനോട് കുശലങ്ങളൊക്കെ അന്വേഷിച്ചു. അച്ഛനും സഹോദരന്മാർക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ സൗഖ്യമല്ലേ? മനോദുഃഖത്തോടു കൂടി കഴിയുന്ന എന്നെ നിങ്ങളെല്ലാവരും മറന്നു അല്ലേ? എനിക്ക് നിങ്ങളെ ആരെയും മറക്കുവാൻ സാധിക്കുന്നില്ല. എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി. ഞങ്ങളിവിടെ വളരെ ദുഃഖത്തിൽ കഴിയുകയാണ്. രാജാവായ ധൃതരാഷ്ട്രർക്ക് ഞങ്ങളിൽ അല്പം കരുണയുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ദുര്യോധനനും മറ്റുള്ളവർക്കും ഞങ്ങളിൽ തെല്ലും സ്നേഹമില്ല. പിതാമഹനായ ഭീഷ്മരുടെ സഹായം മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അധികാരമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായൊന്നും ചെയ്യുവാനും സാധിക്കുന്നില്ല. ഇങ്ങനെ പറയുകയാണ് കുന്തി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ എൻ്റെ ദുഃഖം. ജ്യേഷ്ഠൻ്റെ ഇളയ മകൻ കൃഷ്ണൻ, അവനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ അർജുനനേക്കാൾ 6 മാസത്തേക്ക് അവൻ മൂത്തതാണ്. അവൻ്റെ അത്ഭുത മഹാത്മ്യങ്ങളെക്കുറിച്ച് പലരും വാഴ്ത്തി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു മോഹം എനിക്കുണ്ട്. ഞാൻ ഇതുവരെ കണ്ണനെ കണ്ടിട്ടില്ല. അതെല്ലാം എന്ന് സാധിക്കുവാനാണ്? ഇങ്ങനെ കുന്തി ചോദിക്കുന്നു. അങ്ങനെ കുന്തിയുടെ ഇപ്രകാരമുള്ള വാക്കുകളെല്ലാം കേട്ടതിനു ശേഷം അക്രൂരൻ കുന്തിയെ സമാധാനപ്പെടുത്തുകയാണ്. സഹോദരി, ഒട്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ ക്ഷേമാദികൾ അന്വേഷിക്കുവാൻ ആ കൃഷ്ണനാണ് ഇപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. മനുഷ്യവേഷം പൂണ്ട സാക്ഷാൽ ജഗദീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം മംഗളമായി അവസാനിക്കും. കംസനെ കൃഷ്ണൻ വധിച്ചു. അതുകൊണ്ട് തന്നെ ജരാസന്ധന് കൃഷ്ണനുമായി വൈരാഗ്യമുണ്ട്. ജരാസന്ധൻ ഇന്നും കൃഷ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അതുകൊണ്ടാണ് കൃഷ്ണന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കാത്തത്. എല്ലാം ശാന്തമാകുമ്പോൾ അദ്ദേഹം വന്ന് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കും. ദുഷ്ടന്മാരായ ദുര്യോധനനും കൂട്ടുകാർക്കും അദ്ദേഹം ഒരു കാലനാണ്. ഇക്കാര്യം ജ്യേഷ്ഠത്തി മനസ്സിൽ ധരിച്ചു കൊള്ളുക. നിങ്ങളുടെ രക്ഷകനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ വേണ്ടി എന്നെ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് അക്രൂരൻ കുന്തിയോട് പറയുന്നു. അങ്ങനെ കുന്തിയെ സമാധാനപ്പെടുത്തിയതിനു ശേഷം അക്രൂരൻ വീണ്ടും ധൃതരാഷ്ട്രരെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് കുന്തിയുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ള വിവരം ധൃതരാഷ്ട്രരോട് അക്രൂരൻ പറയുന്നു. എന്നിട്ട് തിരിച്ച് മധുരയിലെത്തുന്നു. ഹസ്തിനപുരിയിൽ നിന്നും ലഭിച്ച എല്ലാ വിവരങ്ങളും കൃഷ്ണനോടും ദേവകിയോടും വസുദേവരോടും
ശൂരസേനനോടും ബലരാമനോടും മറ്റുള്ള ബന്ധുജനങ്ങളോടും അക്രൂരൻ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഈ കാര്യം, ഇങ്ങനെ ഒരു അന്വേഷണം കൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു? കൃഷ്ണൻ അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അക്രൂരൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഹസ്തിനപുരിയിലേക്ക് പോയി എന്നും അവിടെ ഓരോരുത്തരെയും ചെന്ന് കണ്ട് അക്രൂരൻ കുന്തിയെപ്പറ്റി ചോദിച്ചപ്പോൾ എല്ലാവരും എന്തൊക്കെയോ ഒളിച്ചും മറച്ചും വെക്കുന്നതായിട്ടും കുന്തിയോട് ഒട്ടും താല്പര്യമില്ലാത്ത, കുന്തിയോടും മക്കളോടും ഒട്ടും താല്പര്യമില്ലാത്ത വിധത്തിൽ അവരൊക്കെ സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ കേട്ടില്ലേ അക്രൂരൻ്റെ കൂടെ പോയപ്പോൾ? അതുപോലെ തന്നെ അക്രൂരൻ കുന്തിയുടെ അടുത്ത് ചെന്നപ്പോൾ കുന്തി സങ്കടത്തോടു കൂടി അക്രൂരനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതും അക്രൂരൻ കുന്തിയെ സമാധാനപ്പെടുത്തുന്നതും നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതിനുശേഷം തിരിച്ചു വന്ന് എല്ലാ വിവരങ്ങളും കൃഷ്ണനോടും മറ്റുള്ള ബന്ധുജനങ്ങളോടും അക്രൂരൻ പറഞ്ഞപ്പോൾ അവിടെയും നിങ്ങളുണ്ടായിരുന്നില്ലേ? ഒരു വാണിംഗ് പോലെ ധൃതരാഷ്ട്രരോട് കുന്തിയെയും മക്കളെയും നോക്കിക്കൊള്ളണമെന്ന് കൃഷ്ണൻ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? കുന്തി ആശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എത്ര പേർക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു, മനസ്സിൽ കാണാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടണം. ഇന്നത്തെ ചോദ്യം, കൃഷ്ണൻ്റെ ആരാണ് കുന്തി? എല്ലാവരും അതിൻ്റെ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. തികച്ചും സൗജന്യമാണ്. എല്ലാ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തം, രാഹുകാലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയം മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. ഇനി അങ്ങോട്ട് ഭഗവാന്റെ ജീവിതത്തിലെ ലീലകൾ, വലിയ വലിയ ലീലകൾ, ഇതുവരെ ബാലലീലകളായിരുന്നു, ഇനി അങ്ങോട്ട് വലിയ ദൗത്യങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. എത്ര പേരുണ്ടാകും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻ്റ് ഇടുക. പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.